പലരെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ചർമ്മത്തിന്റെ ചുളിവ്. ചർമ്മത്തിന്റെ ചുളിവിനെ പെട്ടെന്ന് തന്നെ മാറ്റാൻ സഹായിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മുഖത്തിന്റെ ചർമ്മത്തിന്റെ ആണെങ്കിലും കൈയുടെ ചർമ്മത്തിന്റെ ആണെങ്കിലും കാലിന്റെ ചർമ്മത്തിന്റെ ആണെങ്കിലും ചുളിവൊക്കെ മാറ്റിയിട്ട് നല്ല തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് ഇതേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ സാധിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോയുടെ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിലൂടെ വന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ മറുപടി ഞാൻ പറയുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ ചർമ്മത്തിന്റെ ചുളിവിനെ ഇല്ലാതാക്കാനായിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ കൈകളുടെ ആണെങ്കിലും മുഖത്തിന്റെ ആണെങ്കിലും ചുളിവിനെ എളുപ്പം തന്നെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ചർമ്മത്തിന്റെ ചുളിവൊക്കെ മാറ്റി നല്ല തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ പറയുന്ന രീതിയിൽ ചെയ്യണം. ഇത് നിങ്ങൾ ഒരാഴ്ചയോളം കണ്ടിന്യൂ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നിർത്തിയാലും നിങ്ങളുടെ ചർമ്മം പഴയതുപോലെ ചുളുങ്ങുകയോ ഒന്നും ചെയ്യില്ല. ചുളിവൊക്കെ മാറ്റിയിട്ട് നല്ല തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് വെറും ഒരാഴ്ച കൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. മുന്നോട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നിങ്ങളുടെ ചർമ്മത്തിന് മുന്നോട്ട് നിങ്ങൾക്ക് ചെയ്യാം, നല്ലതാണ്. ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ. മുഖത്തെ ചുളിവ് മാറ്റാനും മുഖത്തെ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. ഒരു സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ വേണം. നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒരു സ്പൂണാണ് വേണ്ടത്. വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇനി അടുത്തതായി ചേർക്കുന്നത് അലവേറ ജെല്ലാണ്. ഒരു സ്പൂൺ അലവേറ ജെല്ല് ചേർക്കുന്നുണ്ട്. അലവേറ ജെല്ലിൽ കൂടുതലും ആൻറ്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിനകത്തെ ആണെങ്കിലും കൈകളിലെ ആണെങ്കിലും ചുളിവുകളെയൊക്കെ മാറ്റാനായിട്ടൊക്കെ എളുപ്പം തന്നെ അലവേറ ജെല്ലിന് സാധിക്കുന്നതാണ്. അത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ഓക്കെ, മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് കാരണം എൻ്റെ കയ്യിൽ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തതിൻ്റെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇതിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കളർ ഇരിക്കുന്നത്, അങ്ങനെ റെഡ് കളർ കാണുന്നത്. അല്ലാതെ ഇത് വൈറ്റ് കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കുന്നത് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം ചേർക്കണം. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനകത്തെ ചുളിവുകൾ ഉണ്ടാകുന്നതിനെ കുറയ്ക്കാനും ഒക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിന്. ഇപ്പം ചൂട് സമയത്താണെങ്കിലും പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ടാനൊക്കെ വരുന്നത്. വെയിലത്തിറങ്ങിയിട്ട് ഫേസിനകത്തൊക്കെ ടാൻ വന്നിട്ട് വല്ലാതാവുന്നത്. അതൊക്കെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ഓക്കെ, ഈ നമ്മളിപ്പം വെറും നിസ്സാരപ്പെട്ട 2-3 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ എടുക്കാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഇരിക്കുന്നത്. ഇത് നമ്മുടെ കൈകളിലാണെങ്കിലും ഫേസിനകത്താണെങ്കിലും തേക്കാവുന്നതാണ്. തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സ്കിന്നിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലും. നമുക്ക് എവിടാണോ നമുക്ക് പിഗ്മെന്റേഷൻ ആണെങ്കിലും ടാൻ ആണെങ്കിലും ഉള്ളത് അതൊക്കെ നല്ലതുപോലെ മാറ്റും. കൂടാതെ തന്നെ ഫേസിന്റെ ചുളിവുള്ളതോ കൈകളുടെ ചുളിവുള്ളതോ അതൊക്കെ നല്ലതുപോലെ മാറ്റാൻ സഹായിക്കുന്നതാണ്. ഞാൻ തേച്ചപ്പോൾ തന്നെ ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫേസിനകത്താണെങ്കിലും കൈകളിലാണെങ്കിലും കാലുകളിലാണെങ്കിലും ഒക്കെ ചുളിവുകളെ എളുപ്പം മാറ്റാനായിട്ട് സഹായിക്കും. ഇതിന് ശേഷം നിങ്ങൾ തുടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് വെറുതെ ഫ്രീ ആയിട്ട് വിട്ടുക മതി. പിന്നെ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്താൽ മതി. സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ ഇളം ചൂടുള്ള വെള്ളത്തിൽ നിങ്ങളിത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിന് ആ ഒരു ഓയിൽ മയമൊക്കെ അങ്ങ് പോകുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങളിത് അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തെ ചുളിവുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നിങ്ങളെ തുടച്ചൂടെ കാണിക്കാം. ഒരു വ്യത്യാസം കണ്ടോ എൻ്റെ ചർമ്മത്തിൻ്റെ? ഞാൻ വെറുതെ പറയല്ല, ഉറപ്പായിട്ടും ഈ ഒരു കാര്യം നല്ലതുപോലെ റിസൾട്ട് നൽകുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം തയ്യാറാക്കി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ സ്കിന്നിൻ്റെ ആണെങ്കിലും ഒക്കെ ചുളിവുകളൊക്കെ
എളുപ്പം തന്നെ മാറ്റാൻ കൂടി സാധിക്കും. ഫേസ്, കൈകൾ, കാലുകൾ ഒക്കെ നിങ്ങൾക്കിത് തേക്കാവുന്നതാണ്. അടിപൊളി റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.